ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോടെയാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കെടുതിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്നൊരു വീഡിയോ ആണിത്. ആദ്യമൊക്കെ വെള്ളം കയറി വരുന്നത് രസകരമായി തോന്നിയെങ്കിലും പിന്നീട് അത് വേദനയിലേക്ക് കടക്കുകയായിരുന്നു. വീടിൻ്റെ മുൻവശത്തും മറ്റു രണ്ട് ഇരുവശങ്ങളിലുമായി വെള്ളം നിറഞ്ഞുകൊണ്ടേയിരുന്നു. മഴ പെയ്തു വെള്ളം നിറയുന്നതിനും അപ്പുറം ഒഴുകി വരുന്ന ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ഒരു രാത്രി കൂടി അവിടെ തങ്ങുക എന്നത് വളരെ പ്രയാസകരമായി തോന്നി. കുട്ടികളെയും കൊണ്ട് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പട്ടാമ്പി പാലം അടച്ചത് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റിയത്. കഴിഞ്ഞ പ്രളയത്തിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറി ഞങ്ങൾക്ക് അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കയറി വരുമ്പോൾ ഞങ്ങൾ ഭീതിയിലായിരുന്നു. വെള്ളത്തിനു പുറമെ വലിയ വലിയ തവളകൾ, മീനുകൾ, നീർക്കോലികൾ, ചെറിയ പാമ്പിൻ കുഞ്ഞുങ്ങൾ വരെ ഞങ്ങൾ കണ്ടു. അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന യാത്രയാണിത്. പന്താവൂരിലെ നല്ലവരായ സഹോദരങ്ങൾ വണ്ടികൾ കടത്തിവിടുന്നിട്ടുള്ള ഒരു കാഴ്ചയാണിത്. വെള്ളം പാടത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പാടത്തേക്ക് ഒഴുകി വരുന്നതാണ് ഈ കാണുന്നത്. ഈ പാടത്തിൻ്റെ ഒരു സൈഡിലാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഞാൻ വീട്ടിലേക്ക് വന്ന് കയറിയത്. അവിടുത്തെ വെള്ളക്കെട്ടിന് ശേഷം ആറങ്ങോട്ടുകര പള്ളം ഭാഗത്തുള്ള വെള്ളക്കെട്ടാണിത്. ഭാരതപ്പുഴ ലെഫ്റ്റ് സൈഡിലായ കാരണം റോഡ് ഫുൾ വെള്ളത്തിലാണ്. വണ്ടികൾ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായിരുന്നു. ഈ സമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ച സഹോദരങ്ങളെ വേദനയോടെ ഓർക്കുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു. അവർക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധി വന്നാലും ഒറ്റക്കെട്ടായി നേരിടുന്ന കേരളത്തിനെ ആലോചിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും, ഗവൺമെൻറ്റിനും മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും സഹായം എത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേ ഫോർ വയനാട്.